أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد فكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد ولقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب ومن الليل فسبحه وأدبار السجود. صدق الله العظيم. ബഹുമാനിയായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി വാർത്തയാണ് വസിയത്ത് ചെയ്യുക. ജീവിതത്തിലെ വിജയത്തിനായി സൂക്ഷ്മത പാലിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും താക്കീതുകളും ഖുർആൻ അടിക്കടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സംഗതി നമുക്ക് അറിവുള്ളതാണ്. അതിൽ സൂറത്ത് ഖാഫിൽ വിശദീകരിച്ച താക്കീതിന്റെ സ്വരമുള്ള കുറെ സൂക്തങ്ങളാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ ഇവിടെ പരാമർശിച്ചത്. ശിക്ഷയുടെയും അല്ലാഹുവിന്റെ കോപത്തിന്റെയും ഒക്കെ വിവിധ രൂപത്തിലുള്ള വിവരണങ്ങളും വർണ്ണനകളും ഒക്കെ അതിലുണ്ട്. മനുഷ്യന്റെ മനസ്സിനെ നേരെ നിർത്താൻ ആവശ്യമായതെല്ലാം നൽകുന്ന ഖുർആൻ ശിക്ഷയുടെയും താക്കീതുകളുടെയും കാര്യം മാത്രം പറഞ്ഞ് അവനെ ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ശിക്ഷയെ സംബന്ധിച്ചും അതുപോലെ അല്ലാഹുവിന്റെ കോപത്തെ സംബന്ധിച്ചും ഒക്കെ പറയുമ്പോൾ അവിടെയും അല്ലാഹുവിന്റെ കാരുണ്യം മുഴച്ചു കാണുന്ന രീതിയിലാണ് ഖുർആൻ ഓരോ സംഗതികളും പറഞ്ഞു വെച്ചിട്ടുള്ളത്. രക്ഷ, അതുപോലെ സമാധാനം, ശാന്തി, അനുഭൂതി, ആസ്വാദനം, അത് അങ്ങനെ നേരത്തെ പറഞ്ഞാൽ മതി. കാരണം അതിൽ
രണ്ട് വശമില്ല. അനുഭൂതിയുണ്ട്, ആസ്വാദനമുണ്ട്, സമാധാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നേരത്തെ നേരെ അങ്ങ് അനുഭവിക്കാൻ പര്യാപ്തമായ ഒരു ഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് മനുഷ്യ മനസ്സിനുള്ളത്. മറിച്ച് വ്യസനവും വിഷമവും പ്രയാസവും ഒക്കെ അനുഭവിക്കുമ്പോൾ അതങ്ങനെ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ കോലത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന സുഖമാണ്. കണ്ടാലും ചോദിക്കണം, എന്താ സുഖമാണോ എന്നറിയും. ചരിത്രത്തിൽ ആരെങ്കിലും ദുഃഖമാണോ എന്ന് ചോദിച്ചതായിട്ട് ഒരു രേഖയിൽ നമുക്ക് നിരത്താൻ സാധ്യമല്ല. തങ്ങളെ കാണുമ്പോൾ ദുഃഖമുണ്ടോ, ദുഃഖമാണോ എന്ന് ചോദിക്കും. ഇപ്പൊ വലിയ ദുഃഖത്തിലാണല്ലേ, അത് ദുഃഖത്തിലാണ് ചോദിക്കുക. അതേസമയം സാധാരണ നിലയിലുള്ള സുഖമാണോ എന്താണ് നമ്മൾ ചോദിക്കുക. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. സുഖം അതാണ് സന്തോഷം, സംതൃപ്തി, ആനന്ദം. അത് അനുഭവിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് മനുഷ്യ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സംവിധാനം ചെയ്യുന്നത്. നമുക്കത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ദുഃഖം വരുമ്പോ, നിരാശ വരുമ്പോ, വേദന വരുമ്പോ, പ്രയാസം വരുമ്പോ, വിഷമതകൾ അനുഭവിക്കും. എല്ലാ ദുഃഖവും വേദനയാണ്. എല്ലാ വേദനകളും ദുഃഖം ഉണ്ടാക്കുകയും ചെയ്യും. വളരെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ ദുഃഖവും മനുഷ്യന് വേദനയാണ്. എല്ലാ വേദനകളും മനുഷ്യന് ദുഃഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതൃപ്തിയും കോപവും ശിക്ഷയും അള്ളാഹുവിൽ നിന്നാകുമ്പോൾ വളരെ കടുത്തതായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ അതൃപ്തിയിലും കോപത്തിലും ശിക്ഷയിലും ഒക്കെ പെടുമ്പോൾ പോലും മനുഷ്യനെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിക്കളയുന്ന രീതിയിൽ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. കാരണം മനുഷ്യന് അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്, കുഴപ്പമുണ്ട്, വീക്ക്നെസ്. ആദവും ഹവ്വയും തമ്മിലുള്ള ആ എപ്പിസോഡിൽ, ആ ചിത്രീകരണത്തിൽ മനുഷ്യന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തെറ്റ് എന്നത് ഉണ്ടാവുമ്പോ ഉടനെ തന്നെ അവനെ പിടിച്ച് ശിക്ഷിക്കുകയോ അതിനെ ഉടനെ തന്നെ രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ കാത്തു നിൽക്കുന്ന ഒരു 6 മണിക്കൂറോളം കാത്തു നിൽക്കുന്ന ഒരു ചിത്രീകരണത്തെ കുറിച്ച്, ഹദീസിനെ കുറിച്ച് 2-3 കൊത്തുകൾക്ക് മുമ്പ് പരാമർശമുണ്ടായി. പിന്നെ തെറ്റ് ചെയ്യുക എന്നത്, തെറ്റ് ചെയ്തത് കൊണ്ട് മനുഷ്യൻ നിരാശയിലാവേണ്ടതില്ല. കാരണം തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യൻ എന്ന ആ വ്യക്തിത്വത്തിന്റെ ഒരു സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് നിശ്ചയിച്ചതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം പോയി തെറ്റ് ചെയ്തോളി എന്ന ലൈസൻസ് അല്ല. തെറ്റ് സംഭവിച്ചാൽ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, കുല്ലു ബിൻ ആദം ഖത്താഊൻ. മനുഷ്യ മക്കളെല്ലാം തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യുന്നവരൊക്കെ അവൻ ഖേദിച്ചു മടങ്ങുന്നവനാണ്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതാണ്. അപ്പൊ അതിനൊരുപാട് സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഒന്നൊരു തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ രേഖപ്പെടുത്തൂല, കുറച്ച് സമയം വരും. ഒരു നന്മ ഉദ്ദേശിച്ചാൽ ഉടനെ തന്നെ രേഖപ്പെടുത്താൻ ആൾക്കുകൾ റെഡിയായിരിക്കും. നന്മ ചെയ്ത് കഴിയുമ്പോൾ, ഉദ്ദേശിച്ചാൽ മാത്രം, നീയത്തിന് മാത്രം. നന്മ ചെയ്ത് കഴിയുമ്പോൾ 9 നന്മകൾ കൂടെ ചേർത്ത് 10 എണ്ണം മിനിമം. അശറം താലിഹാണ്. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഒന്നേ ഇല്ല. തിന്മ ചെയ്താലോ ഒരു തിന്മ മാത്രമേ. അവിടെ തന്നെ അല്ലാഹു കാരുണ്യം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരാള് ഒരു നന്മ ചെയ്തു, തൗബയും ചെയ്തു. ഇനി നന്മ ചെയ്യുന്ന പ്രത്യക്ഷത്തിൽ അങ്ങനെ വലിയ തൗബയൊന്നും ചെയ്യാതെ ഒരു ദുഃഖ മനസ്സിനോടുകൂടി ഒരു തിന്മ ചെയ്തു, ഒരു ദുഃഖ മനസ്സിനോടുകൂടി നന്മ ചെയ്തു. എന്നാൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്, ചെയ്ത തെറ്റാണെന്ന് തോന്നി. അപ്പൊ സ്വാഭാവികമായിട്ട് അത് തൗബ തന്നെയാണ്. പഠിച്ചാൽ തെറ്റായി വസ്തുവാണ്. അത് സത്യവിശ്വാസത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അപ്പൊ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്, അതും വളരെ മ്ലേച്ഛമായ പ്രവർത്തികൾ ഉണ്ടായാൽ പോലും അങ്ങനെ ചെയ്യും എന്നതിന് ഒരു സഹാബിയുടെ ജീവിതത്തിലെ ഒരു ചരിത്രമൊക്കെ പലപ്രാവശ്യം സൂചിപ്പിച്ച അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുക. നന്മ തിന്മകളെ മാറ്റുക. തൗബ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സദഖ ചെയ്യുമ്പോൾ, അതിന് കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതി ചെയ്യുമ്പോൾ യുകഫ്ഫിറു സയ്യാത്ത്. കഫറ എന്ന് പറഞ്ഞാൽ ഖവർ, വഫറയും കഫറയും ഏതാണ്ട് ആക്കുന്നത് ഖവർ, മറച്ചു കളയും. സയ്യാത്തിനെ മറച്ചു കളയും. അപ്പൊ ഒന്ന് സയ്യാത്തിനെ ഇല്ലാതാക്കി കളയും, സയ്യാത്തിന് രേഖയിലുണ്ടാവില്ല. അതേ നമ്മൾ സാധാരണ അസംബ്ലിയിലും പാർലമെന്റിലും ഈ പരാമർശം രേഖയിലുണ്ടാവുന്നതല്ല എന്ന് സ്പീക്കർ അറിയിച്ചു എന്ന് പറയുന്നു. രേഖയിലുള്ളതേ പടച്ചമെടുത്തെടുക്കുള്ളൂ.
രേഖയിലില്ലാത്തൊരു കാര്യവും അവിടെ വിചാരണയ്ക്കുമില്ല. അപ്പൊ എല്ലാം രേഖപ്പെടുത്തും. പക്ഷെ ആ രേഖപ്പെടുത്തുന്നതിൽ തന്നെ അൺപാർലമെന്ററി എന്നൊക്കെ പറയുന്നത് ഇവിടെ തള്ളുന്നത് പോലെ ഡിലീറ്റ് ചെയ്യും, അത് കവർ ചെയ്യും. ഇനി കുറച്ച് നന്മ ശക്തമായി ചെയ്യുമ്പോൾ ഒരാളിന്റെ തൗബ മനസ്ഥിതി, ഖേദ മനസ്ഥിതി സ്ട്രോങ് ആണ്, അവൻ നന്നായി നന്മ ചെയ്യുകയാണെങ്കിൽ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ ആ നന്മയുടെ ആ തിന്മയുടെ ഭാഗത്ത് ഹസനാത്ത് തബ്ദീലാക്ക് ബദലാക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ ബദലാക്ക് മാറ്റിച്ചു. അപ്പൊ തിന്മയെക്കുറിച്ചും കോപത്തെക്കുറിച്ചും, തിന്മ ഉണ്ടാവുമ്പോ അതൃപ്തി ഉണ്ടാവുമ്പോ അള്ളാഹുവിന്റെ കോപം ഉണ്ടാവുമ്പോ ശിക്ഷയിലേക്ക് പോകാനാവുമ്പോ ഇത്തരം സംഗതികൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. കാരുണ്യവാന്റെ മഹാകാരുണ്യമാണ്. കാരണം അത് മനുഷ്യ മനസ്സിന് മനസ്സിലാവണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധമുള്ള സംഗതിയാണ്. കാരണം തിന്മയിൽ മനുഷ്യനെ വിരാജിച്ചുകൊണ്ട് അവൻ നിരാശ ബാധിച്ച് സമൂഹത്തിൽ ആകെ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലാവും. തിന്മയ്ക്ക് ഒരുപാട് പ്രതിഫലനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കോപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ഒക്കെ ശക്തമായ താക്കീതുകൾ നൽകുമ്പോൾ മനുഷ്യനെ നിരന്തരമായി കേൾക്കുമ്പോൾ പലപ്പോഴും നിരാശ ബാധിക്കാറുണ്ട്. നമ്മുടെ പാതിരാവായതകളിൽ പലപ്പോഴും മരക്കുകൾ ദണ്ടുകൊണ്ടടിക്കുന്നതും ഇങ്ങനെ മരണത്തിന്റെ ഭീകരതയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, അല്ല ഖുർആനിൽ അല്ലാഹു മാലവി സ്വർഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ, അതും കൂടെ ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ ചില രംഗങ്ങളിൽ ചില സുഹൃത്തുക്കൾ ശ്രദ്ധപ്പെടുത്തിച്ചു. മലക്കുകള് ഭീകരമായി മനുഷ്യന്റെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോകുന്ന രംഗമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് മനുഷ്യനെ പേടിപ്പിച്ച് നിർത്തിയാല് എപ്പോഴും മനുഷ്യൻ ഇങ്ങനെ സദാചാരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊള്ളും എന്ന ധാരണ വേണ്ടെന്നാണ്. കാരണം അതിൽ മനുഷ്യനെ നിരാശ ബാധിക്കാൻ സാധ്യത. നിരന്തരമായിട്ട് ഇങ്ങനെ ഈ അതൃപ്തിയുടെയും കോപത്തിന്റെയും ശിക്ഷയുടെയും കാര്യം മാത്രം വിളമ്പുന്ന ഒരു പുസ്തകത്തിൽ അതിന്റെ ഫോളോവറായി കഴിഞ്ഞാൽ മനുഷ്യന് നിരാശ ബാധിക്കും. പിന്നെ അവനൊരു പേടിയുള്ളൂ, ഫിയർ ഫോബിയ, നിസ്സഹായനാകും. ഈ നിസ്സഹായം നിരാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് വയലന്റ് ആവും ചില ആളുകൾ. ചിലരങ്ങോട്ട് ഡൗൺ ആയിപ്പോകും. ശാസ്ത്രീയമായി പരിശോധിച്ചാൽ അറിയാം പല ആളുകളും ചെയ്തു കൂട്ടുന്നത് നിരാശയിൽ നിന്നോ അതൃപ്തിയിൽ നിന്നോ അസംതൃപ്തിയിൽ നിന്നോ ഒക്കെയാണ്. ഉള്ളത് ഒരു സംതൃപ്താണെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് മാറ്റാൻ പോകില്ല. ചെറുത് മുതൽ വലുത് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളെ ഇന്ന് നാട്ടിലെ ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം കോഴയാണ്. എല്ലാവർക്കും ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ പണിയും അതിന് വേദനയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിന്റെ അപ്പുറം അന്വേഷിച്ചു പോകുന്നത് എന്തിനാണ്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്തതുകൊണ്ട്. ഉള്ളതിൽ സംതൃപ്തിപ്പെട്ടിട്ട് ജീവിക്കാൻ കഴിയാതെ വരുമ്പോ അവന് കോഴയും തോഴയൊക്കെ ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് അതിന്റെ മറ്റൊരുപാട് സംഗതികളുണ്ടാവും. കോഴ ആകാശത്തിറങ്ങിയവരുണ്ട്, അത് മനുഷ്യനുണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പൊ അതിന്റെ പോക്ക്, വരവ്, ആള്, ബന്ധം, ഇടപാട്, അങ്ങനെ വിപുലമായ ഒരുപാട് സംഗതികൾ അതിന് മദ്യം ഉണ്ടാവും, അതിരാശ ഉണ്ടാവും, സർവ്വ ഉണ്ടാവും. അതിന്റെ നീരാളിപ്പിടുത്തത്തിലാണ് ആധുനിക ലോകം. ഉള്ളത് കൊണ്ട് അവനവന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് സംതൃപ്തമായി ജീവിക്കാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ ഉള്ളത് ലഭ്യമായത് മര്യാദയ്ക്ക് ചെലവഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനപ്പുറം കളിച്ചാൽ ഞാൻ പിടിക്കപ്പെടും, ചോദ്യം ചെയ്യപ്പെടും, എനിക്ക് നിതാന്തമായ ശിക്ഷ കിട്ടും എന്നൊരു ബോധമില്ലാത്ത മനുഷ്യന്മാര് എപ്പോഴും കുഴപ്പമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എത്രമാത്രം ആവശ്യമാണ് അത്രയാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. നമുക്കുണ്ട് ഒരുപാട് പരാതി. നല്ല സത്യവിശ്വാസികൾക്ക് ഒരുപാട് പരാതിയാണ്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇത്ര തന്നോളൂ, എന്തിനാണ് പഠിച്ച എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ഒരുപാട് നല്ല സത്യവിശ്വാസികൾ ചോദിച്ചു പോകുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ പലപ്പോഴും നമുക്കുണ്ടാവാറുണ്ട്. ലോകത്തിന്റെ അവസ്ഥ, കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊന്നും ശരിയാവാതെ വരിക, അപകടങ്ങൾ ഉണ്ടാവുക, അതുപോലെ നഷ്ടങ്ങൾ ഉണ്ടാവുക, കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ ഇങ്ങനെ മനുഷ്യൻ അഭിമുഖീകരിക്കുമ്പോ പെട്ടെന്ന് അവന് അറിയാതെ ചോദിച്ചു, എന്തിനാണ് പഠിച്ച ഞങ്ങളെ മാത്രം ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഒരുപാട് ആളുകൾ ചോദിക്കും, നല്ല സത്യവിശ്വാസികൾ ചോദിക്കുന്നു കഴിക്കും. അവിടെ ഒരു യാഥാർത്ഥ്യമുള്ള അവസ്ഥ നമ്മളെ പഠിക്കും. ഒരാളെയും ഒരു മുസീബത്തും അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ബാധിക്കില്ല.
അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുകയാണ്. എന്ന ഈമാൻ കാര്യത്തിൽ ആറാമതായി എണ്ണി വിശ്വസിച്ച് പ്രഖ്യാപിച്ച് നടക്കുന്ന സത്യവിശ്വാസികൾ തന്നെ പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നം വരുമ്പോ ഉടനെ റിവോൾട്ട് ചെയ്യും. എന്തിനാപ്പോ ഒരാളോട് പള്ളിയിൽ കൊള്ളിയെന്ന് ചോദിച്ചപ്പോൾ തമാശകൾ പറഞ്ഞതായിട്ട് ഒരു സുഹൃത്തുക്കൾ പറയില്ല. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് കിട്ടട്ടെ, ബാക്കി പിന്നീട് അത് കഴിഞ്ഞ് പോകാറുണ്ട്. ഞാൻ ഒരുപാടാണ് ചോദിച്ചത്, ഇതുവരെ കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ട് എനിക്ക് ബാക്കി പിന്നീട് പോകാൻ പറഞ്ഞു. ഇത് പഠിച്ചോനെ ഞാൻ ആ കാണുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആലോചിച്ചു. അള്ളാഹുവിന്റെ അവതാരങ്ങളാണ് ഇവിടെ ശ്വാസം കഴിച്ച് ജീവിക്കുന്നത്. അതുകൂടി മനസ്സിലാവാത്ത നിലയിലാണ് മനുഷ്യന്മാർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോ മനുഷ്യൻ എങ്ങനെയാണ് ഒന്നും മതിയാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഒരു സ്വർണത്തിന്റെ 2 കൂമ്പാരുണ്ടായാൽ 3ാമതെന്ന് ആഗ്രഹിക്കും, 3ഉണ്ടായാൽ 4ാമതെന്ന് ആഗ്രഹിക്കും. അത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവം. അത് നിയന്ത്രിച്ച് നിർത്താൻ അതിനുവേണ്ടിയാണ് ഓരോ സംഗതിയും പറയുന്നത്. നിനക്ക് ഓരോ കാര്യത്തെക്കുറിച്ചുള്ള വിചാര, ചിന്ത, ആശയ, ഭാഷ, പ്രാർത്ഥന, പ്രവർത്തനങ്ങളൊക്കെ നല്ലോണം നമുക്കറിയും. അതൊക്കെ കൊണ്ട് രേഖപ്പെടുത്തും, അത് സൂക്ഷിച്ചോ. അങ്ങനെ സൂക്ഷ്മത പാലിക്കാനാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ നീ സൂക്ഷ്മത പാലിച്ചാൽ നിന്നെ എന്നും ഈ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഇട്ട് ഞാൻ വരയ്ക്കണ പ്രശ്നം തന്നെയില്ല. ഒരു താൽക്കാലിക ഒരു ടെസ്റ്റിന്റെ സമയമാണ്. അവനെ നേരം സിറിഞ്ച് കുത്തുമ്പോൾ ചെറിയ കുട്ടികളോട് പറയേ കുറച്ചൽപ്പം മോന്റെ രോഗം കുറയാനല്ലേ, ഇത്രയേ ഉള്ളൂ ദുനിയാവ്. ഒരു സിറിഞ്ചുമായ ഒരു മലക്ക് വരുന്നു. ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം കൂടെ ആ സിറിഞ്ചിനകത്തേക്ക് ചെറിയ ഇഞ്ചക്ഷൻ. ഇപ്പൊ തീരുമല്ലോ. ആർക്കാ ഉറപ്പുള്ളത് അടുത്ത നിമിഷം ജീവിച്ചിരിക്കും? ഒരു മനുഷ്യന് ഉറപ്പില്ല, അവരുടെ ഏത് നിമിഷവും തീരാം. അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ സുഖമാവട്ടോ. അപ്പൊ എല്ലാവരും കൂടെ വലിച്ച് അവരെ കൊണ്ട് പരലോകത്ത് ഹാജരാക്കണ രംഗമൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരാളെ തെളിച്ചുകൊണ്ട് വരും. ഒരു ഡ്രൈവർ സായി എന്ന് പറഞ്ഞാൽ തെളിച്ചു കൊണ്ടുപോകണവനും സാക്ഷികളെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ് ഈ സത്യത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ വേഗം അവിടെ ഹാജരാക്കുക. അവരവിടെ ഇങ്ങനെ ഹാജരാകലാണ്, വളരെ സന്തോഷത്തോടെ ഹാജരാകലാണ്. അവരങ്ങനെയാണ് നോക്കിക്കിടക്കുന്നത്. കാരണം അവര് മഖബറയിൽ അല്ലെങ്കിൽ ബർസഖിയ ജീവിതത്തിൽ സ്വർഗം ഇങ്ങനെ കണ്ടുകൊണ്ടിടക്കുക. സ്വർഗം കണ്ടുകൊണ്ടിടക്കുക. അപ്പൊ അവരെ മഹ്ശറിൽ കൊണ്ടുവന്നു. എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരും. എല്ലാവരും കൊണ്ടുവരുമ്പോ എല്ലാവരും കൂടെ ഇങ്ങനെ എല്ലാം പറഞ്ഞു വരുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു സഫിലിങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഇവിടെ 2 കോലത്തിൽ അങ്ങോട്ട് പോയിരിക്കുന്നത്. ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. കുറ്റവാളികളൊക്കെ മാറിയോ? കുറ്റവാളികൾ ഇങ്ങനെ മാറി മറ്റു നിർത്തും. അവരോട് നേരം ചോദ്യമുണ്ട്. ഈ പിശാചിന്റെ ചവിട്ടടിപ്പാടുകളുടെ പിന്തുടർന്ന് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാതെ കൊണ്ട് വന്നില്ല. എത്രയോ തലമുറകളെ നശിപ്പിച്ച പിശാചിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഹാദിഹി കല ജഹന്നം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് സ്ഥലമല്ലയോ ഇവിടെ കടത്തോളാം. ഭർത്താവ് എന്ന് പറയാം, അല്ലേ നഹ്യമല്ല പറയും. ഒരു വാചകം അടിക്കാൻ പറ്റില്ല. സീലൂപ്പ് വായ്ക്ക് സീലൂപ്പ് പച്ചക്കല്ലിനായി ചെയ്യും, കയ്യൊക്കെ വിളിച്ചു പറയും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭീതിപ്പെടുത്തുക. അതിങ്ങനെ ബേജാറായി നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. സലാമും ശാന്തി ശാന്തി സമാധാനം എന്ന് പറയുന്ന ഒരിക്കൽ. അപ്പൊ സത്യനിഷേധികളെ രംഗത്ത് നിർത്തുമ്പോ സത്യവിശ്വാസികൾക്ക് നേരെ ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് നമ്മൾ ഈ സൂറത്തുൽ ഖാഫിൽ വിശദീകരിച്ച ആയത്തുകളാണ് ആദ്യം കുറിച്ച്. കേട്ടാൽ തന്നെ ഭയങ്കര ആകർഷണം. തഖ്വണ്ടാണല്ലോ വസിയത്ത്. തഖ്വയുടെ വസിയത്ത് കേൾക്കുന്ന ആളുകൾ മുത്തഖിയാണ്. അപ്പൊ തഖ്വയുടെ വസിയത്ത് ചെയ്തിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാര് മുത്തഖികളായിട്ട് അങ്ങോട്ട് ഹാജരാകും. അവർ വളരെ സന്തോഷഭരിതമായിട്ട് പോകുന്നത്. അവരുടെ അടുത്തേക്ക് സ്വർഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വല്ലാത്ത പ്രയോഗ. സ്വർഗത്തിൽ അങ്ങോട്ട് കയറ്റുന്ന പലയിടത്ത് പറഞ്ഞു. സ്വർഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വലിയ സ്വർഗം. ഈ സ്വർഗത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മളെ ഈ ഭൂമിയും സൗരയൂഥവും ഒക്കെ
1250 കോടി ഗാലക്സികളുള്ള ഒന്നാം ആകാശം. അങ്ങനെ സഭാംശികത, പിന്നെ 6 വേള. അതിന്റെ അപ്പുറത്ത് സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന് ചിന്തിക്കാനാവുന്നതിന്റെ ഏറ്റവും അറ്റം. അതിർത്തിയിലെ ലംഘവരങ്ങൾ പതിച്ചാൽ മതി. ഇന്ദഹ ജന്നത്തുൽ മഅ്വ, അവിടെയാണ് മനുഷ്യൻ താമസിക്കാനുള്ള സ്വർഗ്ഗമുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ നാം കാണുന്ന പ്രപഞ്ചത്തിന്റെ എത്രയോ പ്രവിശാലമാണ് സ്വർഗ്ഗം. ഇന്ന് നമുക്കുള്ള ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒന്നാം ആകാശത്തെ കുറിച്ചും പോലും നമുക്ക് സങ്കല്പിക്കാനാവില്ല. അത്ര വലിയ വ്യാപ്തിയാണ്. സ്വർഗത്തിന്റെ വ്യാപ്തി തന്നെ ഈ മഹാപ്രപഞ്ചത്തിന്റെ വ്യാപ്തിയാണ്. അതിൽ ദർജകളുണ്ട്, 100 ഡിഗ്രി, 100 നിലകളുണ്ട്. ഓരോന്നിനും ഇത്രയും വ്യാപ്തി വരണം. അങ്ങനെ മഹത്തായ ആ സ്വർഗം, ആ സ്വർഗത്തെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഈ സ്വർഗം ഇത്രയും വലിയ സ്വർഗം എങ്ങനെയാണ് മനുഷ്യരിലേക്കുള്ള മനുഷ്യന്റെ പെണ്ണ് മനുഷ്യനത് കൊണ്ടുവരികയാണല്ലോ. വളരെ എളുപ്പമല്ല. അതെ, നമ്മുടെ ചിന്തയിൽ ആ സ്വർഗത്തെ കുറിച്ചുള്ള ചെറിയ ചിപ്പ് കിട്ടിയിരുന്നു. നമ്മുടെ ഹാർഡ് ഡിസ്കിലെ സ്വർഗം എന്ന് കാണുന്ന സ്വർഗം അല്ലാതെ ഒന്നും കാണില്ല. അപ്പൊ സ്വർഗത്തെ മാത്രം കാണുന്ന ഒരു രംഗം. ഇപ്പൊ മനുഷ്യരിലെ ചൂടും അവിടെ മരങ്ങളും ചെടികളും ചെറ്റപ്പുരലുകളും കുടിലുകളും ഒന്നുമില്ലാത്ത പ്രവിശാലമായ മൈതാനം. ആ മൈതാനത്തിൽ പ്രവാചകന്മാർ അണിയണിയുണ്ടാവും, സത്യവിശ്വാസികളുണ്ടാവും, സത്യനിശ്ചയികളുണ്ടാവും, സാക്ഷികളുണ്ടാവും. അവിടെയാണ് രേഖ വെക്കണം. അങ്ങനെ മനുഷ്യനവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ മരണത്തിന്റെ വേദനയൊക്കെ ലേശം അനുഭവിച്ചു പോയതില്ല. അന്നേരം തൊട്ട് തുടങ്ങിയിരിക്കണം സുഖം. ഇതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. അങ്ങോട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കണം. അവരോട് പറയാം, ഇതാണ് ഖേദിച്ചു മടങ്ങുന്നവർക്കും സൂക്ഷ്മത പാലിച്ച് ജീവിച്ചു നിൽക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സ്വർഗം ഇതാണ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി ക്ലിയർ പിക്ചർ. മനോമുഖരത്തിലാകെ സ്വർഗം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യ മനസ്സിന് ഒരു ആശ്വാസം ഉണ്ടാവും, പിന്നെ താല്പര്യം ഉണ്ടാവും. ഇത് കിട്ടണമെങ്കിൽ ഒരല്പം നേരം സാരല്ല, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞു സൂക്ഷ്മത പാലിക്കുക. ആ ആളുകളെ കുറിച്ച് പറഞ്ഞ് ഈ മുത്തഖികളായ ആളുകളെ 2-3 ക്വാളിറ്റീസ് വിശേഷങ്ങളുടെ പറയാം. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായി അവനെ കാണാതെ തന്നെ വിശ്വസിക്കുക. നമ്മളെ കണ്ടിട്ടില്ലല്ലോ വിശ്വസിക്കുന്നത്, നമ്മളാരും കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹുവിനെ കാണാതെ തന്നെ വിശ്വസിക്കുക. എന്നുവെച്ച് താഴ്മയുള്ളൊരു മനസ്സുമായി വരിക. താഴ്മയുള്ളൊരു മനസ്സുമായി വന്നാൽ ഉടനെ തന്നെ പ്രവേശനാനുമതി കൊടുക്കുക. ശാന്തി ശാന്തി എന്ന മന്ത്രത്തോടെ നിങ്ങൾക്ക് ആശ്വാസമാണ്, അനുഭൂതിയാണ്. നോട്ടത്തിൽ അനുഭൂതി, കേൾവിയിൽ അനുഭൂതി, നടത്തത്തിൽ അനുഭൂതി, എടുത്താലും തൊട്ടാലും കണ്ടാലും കേട്ടാലും എല്ലാ ഇന്ദ്രിയങ്ങളിലും അനുഭൂതിപൂർവകമായ ഒരു ഉന്നതമായ മഹോന്നതമായ സോപാനത്തിലേക്കാണ് ഈ വിശ്വാസികളെ നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ലഹും മാ യശാഊന ഫിഹാ വലദൈനാ മസീദ്, അവർക്ക് ഉദ്ദേശിക്കുന്ന എല്ലാം ഉണ്ടാവും. കൂടുതൽ കൊടുക്കാനോ ലദൈനാ മസീദ്, കൂടുതൽ കൊടുക്കാനും നമ്മളുണ്ട് ഒരുപാടുണ്ട്. അതിൽ മെയിനായിട്ട് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഈ പോണ വിഭാഗത്തെ السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون فاكهة مما يتخيرون ولحم طير مما يشتهون وحور كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. ഒരുപാട് വിശദീകരണങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും സൂറത്തുൽ വാഖിഅയിലുള്ള മുഖറബികൾ ആദ്യ സാബിഖൂന, അതായത് മുന്നേറ്റിയവർ എല്ലാവിധ നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ സൂക്ഷ്മത പാലിച്ച് ഏറ്റവും നല്ല ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയ ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ പൂങ്കാവനങ്ങളാണ് അവർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. മുൻഗാമികളിൽ നിന്നൊരു കൂട്ടരും പിൻഗാമികളിൽ നിന്നൊരു ചെറിയ സംഭവമാണ് അതിൽ പ്രവേശിക്കുക എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. അവര്
ഇങ്ങനെ നല്ല രത്നങ്ങൾ പതിച്ച ആട്ടുകെട്ടിലിൽ പരസ്പരം അഭിമുഖമായിരിക്കും. അവരുടെ അടുത്ത് ബാലന്മാർ, നിത്യഭവനപ്പെട്ട ബാലന്മാർ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരു രംഗം. കോപ്പകളും പൂജകളും നല്ല ഉറവ ഉള്ള വെള്ളം തന്നെ പാനപാത്രങ്ങളും വായിച്ച് അവരുടെ അടുത്ത് ഇങ്ങനെ ബാലന്മാര് സർവീസിലുണ്ടാവും. ലുലുകം മൻസൂറ, വിതരപ്പെട്ട നിർത്തുകൾ പോലെ ഉണ്ടാവും. അതില് ശരിക്കും എല്ലാ ആളുകൾക്കും അങ്ങനെ നമ്മളവിടെ ഒരു പരിചാരകരയാണ്, ചുറ്റിലും പരിചാരകരുണ്ട്. അങ്ങനെ പരിചാരകരുള്ള ഒരു പ്രത്യേക സദസ്സ് അത് നമ്മൾ സങ്കല്പിക്കാൻ മനുഷ്യനോട് പറയാം. അത് കുടിച്ചാലോ അതൊക്കെ അവർക്ക് തലവേദനയോ മയക്കമൊന്നും ബാധിക്കൂല. ഇവിടെയുള്ള ലഹരിപാനീയങ്ങൾ ഏത് കുടിച്ചാലും തലവേദന ഉണ്ടാവും, മയക്കം ഉണ്ടാവും, അവിടെ ഉണ്ടാവില്ല. ലളിതകല്ലിഷാരിക്കുകയും കുടിയന്മാർക്ക് നല്ല സ്വാദിഷ്ടമാണ്. അൻഹാറുമിൻ ലബനിൻ അൻഹാറുമിൻ ഖംറിൻ, കള്ളിന്റെ ആറ്, പാലിന്റെ ആറ്, തേനിന്റെ ആറ്. എന്തൊക്കെ സങ്കല്പിക്കാൻ പറ്റും അതൊക്കെ സങ്കല്പിച്ചു എന്നാണ്. ലഹും മായശാവൂന, ഇഷ്ടമുള്ളത് എന്തുണ്ടാവുന്നതാണ്. എന്നിട്ട് വാക്യത്തിൻ കഥീർ വാക്യത്തിൻ യതഖയ്യറൂൻ, തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ പഴവർഗ്ഗങ്ങൾ. അവർക്ക് ആഗ്രഹമുള്ള മോഹങ്ങളുള്ള പക്ഷിമാംസം. എല്ലാവർക്കും ആഗ്രഹമുള്ള ഗുണമൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത് ആർക്ക് എന്ത് ആഗ്രഹമുള്ള അതൊക്കെ ഉണ്ടാവുക. പിന്നെ നമുക്ക് വലിയ താല്പര്യമുള്ള ആളുകൾക്ക് താല്പര്യം, പെണ്ണുങ്ങൾക്ക് താല്പര്യമുള്ള സംഗതി ഒട്ടൂരിനെയും, അതായത് നമുക്കറിയാം അത് ഊരിങ്ങളാന്ന് പറയുന്നത് തരുണികൾ മനോഹരമായത്. അതിൽ പ്രത്യേക ഇതും പറയുന്നത് അംസാലിൽ ഒരു മക്കനോൻ, ഇങ്ങനെ അടച്ചു വെച്ച ചിപ്പിയിലിട്ട് കാത്തു സൂക്ഷിച്ച പവിഴമുത്തുകൾ പോലെയുള്ള വിശാലമായ കണ്ണുള്ള. ഇപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കുക, അല്ല ഈ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കുള്ള പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞോ, എന്തിനാണ് പെണ്ണുങ്ങൾക്കൊന്നുമില്ലേ പലപ്പോഴും ഇതൊക്കെ പറയുന്നത് ചോദിക്കാറ്. അതുകൊണ്ടാ പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ തരാം, പിന്നെന്തിനാ കാര്യം ചോദിക്കണേ, എന്തൊക്കെ ഉദ്ദേശിച്ചത് അതെല്ലാം തരാം. അതായത് ഒരു കവി പറയാം, ജിബിരിയില് പോലും മമ്പരം നേട്ടുണ്ട്, അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കൽ കണ്ട്. അതായത് അവര് ചിരിച്ചാല് വശാശത്തിൽ വച്ചിട്ടുണ്ട്. മുൻപല്ലിന്റെ ലങ്കൽ കണ്ടിട്ട് മലക്കായ ജിബിരിയിൽ പോലും അമ്പരത്തിട്ടുണ്ടെന്ന് കവി പറയാൻ പര്യാപ്തമായ ഒരു പരാമർശം ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചുള്ളത് സുഖത്തിന്റെ, സൗന്ദര്യത്തിന്റെ, ആനന്ദത്തിന്റെ ഏറ്റവും ഉദാത്തമായ ആ രംഗം. അത് എത്രമാത്രം അവന് സങ്കല്പിക്കാനാവോ അതെല്ലാം നാം നൽകാം എന്നുള്ള ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ സൂക്ഷ്മത പാലിച്ചതിന് വേണ്ടി അവർക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അവിടെ അഞ്ചാമത്തെ വർത്തമാനം അതായത് അവിടെ ആളുകൾക്ക് ഇങ്ങനെ പരസ്പരം അരോചകമുണ്ടാക്കുന്ന സംഗതി ഉണ്ടല്ലോ. ആ വർത്തമാനം അസഭ്യം, അനാവശ്യ വർത്തമാനം ഉണ്ടാവില്ല. സലാം ഇല്ല സലാമൻ സലാം, അങ്ങനെ മഹത്തായ ഒരു ലോകം. ഇത് ഫസ്റ്റ് ഗ്രേഡ്. ഇതൊരു സെക്കൻഡ് ഗ്രേഡ് കൂടെ തോന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വസഹാബിൽ യമീൻ മാ സഹാബിൽ യമീൻ, വലതുപക്ഷക്കാരൻ ഫീ സിദ്രിൻ മഖദൂദ്, ഉള്ളില്ലാത്ത ഇലന്തവരുണ്ട്. ഫതൽഹിൻ മംദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്ദൂബ് വഅഖിയത്തിൻ കസീറത്തിൻ ലാ മഖ്തുഅത്തിൻ വലാ മംനുഅ വഫുർശുൻ മർഫുഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅൻ വജഅൽനാഹുന്ന അബ്കാറൻ ഉർബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. കുറേ മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ പറ്റുന്ന മനോമോഹനങ്ങളായ സാധനങ്ങളെ കുറിച്ച് പറയാം. ഇടതൂർന്ന വാഴകളും വിശാലമായ തണലുകളും ഒഴുകുന്ന അരുവികളും സമർത്ഥമായ പഴങ്ങളും ഒരിക്കലും സപ്ലൈ നിലച്ചു പോകാത്ത നിലയിൽ ഇഷ്ടം ഉള്ള സാധനം അവിടെയുണ്ട്. നല്ല സ്വർഗസുന്ദരികൾ. ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ, ആ സ്വർഗസുന്ദരികളെ വളർത്തിയുണ്ടാക്കുന്ന നാമാണ്. ഒരു പ്രത്യേക വളർത്തലാണ്. എന്തൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ അതൊക്കെ സങ്കല്പിക്കാൻ പര്യാപ്തമായ നിലയിൽ ഇതാരാ പടച്ചനമ്പൂരാൻ പറഞ്ഞു കൊടുക്കുക. ഇത് സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കഥയൊന്നുമല്ല. അല്ലാഹു മനുഷ്യ മനസ്സിന് അറിയുന്നുണ്ട്. എന്താ പറയാ, എല്ലാവരുടെയും മനസ്സിന്റെ മർമ്മരങ്ങൾ നമുക്കറിയാം, അവന്റെ ആശകളും അഭിലാഷങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് അവരെ ആവേശഭരിതനാക്കുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഉത്തേജനം നൽകുന്ന ഇവിടെയുള്ള ചില്ലറ കോഴമാന് പഴപ്പൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ നശിപ്പിച്ച് കളയണോ? അതല്ല,
ഇതിൽ വിശ്വാസമുണ്ടോ? മനോഹരമായ മഹോന്നതമായ ഒരു അങ്ങോട്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ സൂക്ഷ്മത പാലിക്കും. ഇവിടെ ഇടപാട് നടത്തുമ്പോ, ഇവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോ, ഇവിടെ കച്ചവടം ചെയ്യുമ്പോ, ഇവിടെ ഭരിക്കുമ്പോ, ഇവിടെ ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച നിയമങ്ങൾ പാലിച്ചാൽ ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചെന്നു. അതേ അസ്ഹാബിന്റെ മേൽ സുന്നത്തും മിനൽ അവ്വലീൻ സുന്നത്തും മിനൽ ആഖിരീൻ, മുൻഗാമികളിൽ നിന്നും പിൻഗാമികളിൽ നിന്നും വലിയൊരു കൂട്ടം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ മഹോന്നതമായ ഒരു പര്യവസാനത്തിലേക്കാണ് വിശ്വാസികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധം ഇത് കഥ വായിച്ചിട്ട് ആസ്വദിച്ചിട്ട് അറിയാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ അത് ലഭിക്കാതെ ഇരുന്നാൽ നഷ്ടമാണ്. ആ ലഭ്യത, ആ ഉറപ്പുവരുത്താണ് ഇവിടെ സൂക്ഷ്മത പാലിക്കുക എന്നതാണ്. ഇവിടെ ഈ ജീവിതത്തിൽ ഇപ്പോഴാണ് ജീവിതമുള്ളത് കയ്യിൽ, അടുത്ത നിമിഷം ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ഈ ജീവിതം ഇപ്പോൾ കയ്യിലുള്ളപ്പോ ഇതിനെക്കുറിച്ച് ദൃഢബോധ്യത്തില് സൂക്ഷ്മതയോടെ ജീവിച്ചാൽ അത് നേടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാണ് എല്ലാ സൂക്ഷ്മശാലികൾക്കും, എല്ലാ ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്കും നാം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് സ്വർഗത്തെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. ആ ഓർമ്മ നിങ്ങൾക്ക് പ്രചോദനമാകും, അത് ആശ്വാസമാവും, അത് പ്രവർത്തിക്കാൻ ഉത്തേജനമാവുമെന്നാണ്. അതില്ലെങ്കിൽ ജീവിതത്തിന് നിരാശ പറയും. എത്ര കിട്ടിയാൽ അവസാനിക്കൂല, അവസാനം നാശമായിരിക്കും വരെ. അപ്പൊ അതുകൊണ്ട് വളരെ നരകത്തെ പറഞ്ഞ് കേൾപ്പിക്കുന്നവരിൽ തന്നെ സ്വർഗത്തെ പറഞ്ഞ് ആവേശം വരും. എവിടെ നരകത്തെ പറയുമ്പോഴും അപ്പുറത്ത് സ്വർഗത്തെ കുറിച്ച് പറയും, എവിടെ സ്വർഗത്തെ വിവരിക്കുമ്പോഴും അപ്പുറത്ത് നരകത്തെ കുറിച്ച് പറയും. നരകത്തെ കുറിച്ച് പറഞ്ഞ നിരാശയുടെ കുടിയിലാക്കുന്നില്ല. സ്വർഗത്തെ മാത്രം പറഞ്ഞ് മായിക ലോകത്തേക്ക് മനുഷ്യനെ ഒരു പ്രത്യേകമായ ഒരു മായിക ലോകത്തേക്ക് കൊണ്ടുപോകുന്നില്ല. ഒരു വെൽ ബാലൻസ്ഡ് മനുഷ്യ മനസ്സിന്റെ മർമ്മരങ്ങൾ അറിയുന്ന അതിന്റെ സൃഷ്ടാവ് വളരെ ബാലൻസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലും, ഏത് സമൂഹത്തിലും, ഏത് ജനതയിലും, ഏത് പ്രായക്കാർക്കും പഠിക്കാനും മനസ്സിലാക്കാനും ആശ്വാസം ലഭിക്കാനും ഈ ഖുർആൻ പര്യാപ്തമാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇത്തരം വിഷയങ്ങൾ ഖുർആൻ കൈകാര്യം. പക്ഷെ കാലികമായത് മനസ്സിലാക്കി മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ സത്യവിശ്വാസങ്ങളുണ്ട്. അതില്ലാത്തതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നാമുമായിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഇഷ്ടമുള്ള മനോഹരമായ സംഗതികൾ നമ്മൾ അകന്നു പോകാറില്ല. ഖുർആന്റെ മനസ്സ് നമ്മളെ മനസ്സുമായി ഒന്ന് വെറുതെ ഓതാൻ പഠിച്ചാൽ മതി. വെറുതെ ഓതാൻ, അതിന്റെ ആ മെലോഡിയസ്, അത് നല്ല നല്ല കർണാനന്ദകരമായ ആ ഓതലുണ്ട്. എനിക്ക് നന്നായി ഖുർആൻ ഓതാൻ അറിയാമെങ്കിൽ ഞാൻ കൈകെട്ടിക്കുന്ന ഖുർആൻ ഓതുമ്പോ അത് എനിക്കൊരു ആസ്വാദനം തരും, ഒരു അനുഭൂതി തരും. അതിനെ സ്നേഹിച്ചാൽ അതിന്റെ ഹൃദയം തുറക്കും. പിന്നെ ആ ഖുർആന്റെ വഴിയിലേക്ക് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കും. അത് ഖുർആന്റെ ആത്മാവാണ്. അതിൽ അങ്ങനെ ഒരു ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്നത്. ഇത്രയും ബൃഹത്തായ മനോഹരമായ ഉന്നതമായ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ കൈവശമുള്ളത്. നിർഭാഗ്യവശാൽ അതിന്റെ വിലയറിയാതെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണം. അതുകൊണ്ട് അത് പഠിക്കാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനും വിജയിക്കാനും ശ്രമിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അരികിലേക്ക് മാറട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباء، اوصيكم واياي ثانيا بتقوى. പ്രിയമുള്ള സഹോദരൻ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞങ്ങളോട് വസിയത്ത് ചെയ്യും. സ്വർഗമൊക്കെ പറഞ്ഞ് അതിന്റെ ലഹരിയിൽ നടക്കുമ്പോൾ മനുഷ്യന് മറന്നു പോകുന്ന സ്വഭാവങ്ങളുണ്ട്, ശ്രദ്ധിക്കാതെ. അതുകൊണ്ട് വീണ്ടും മനുഷ്യനെ ചരിത്രത്തിൽ ഖുർആൻ ഒരു രീതിയാണ്. ഇതൊക്കെ നാം പറഞ്ഞു കൊടുത്തിട്ടും
ഇതൊന്നും കേൾക്കാതെ നടന്ന എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. അവര് ആ ആപത്ത് വന്നപ്പോ വെപ്രാളപ്പെട്ട് പല അഭയകേന്ദ്രങ്ങളും അന്വേഷിച്ചോടി കിട്ടിയോ. ആദ്, സമൂദ്, ഐബത്ത്, ഒരുപാട് പ്രവാചകന്മാരുടെ ജനത, അവരുടെ സ്റ്റോറി അപ്പൊ ചരിത്രത്തിൽ പാടണ്ട്. ചരിത്രം മനുഷ്യനെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വിജയിക്കാനുള്ള ഒരു നല്ല ലഭാംശയാണ്. ചരിത്രം പഠിക്കണമെന്നാണ്. ഇന്നലകളിൽ എന്ത് സംഭവിച്ചു, വിശ്വാസികൾക്ക് എന്ത് സംഭവിച്ചു, ഭൗതികമായി പരാജയപ്പെട്ടു പോയ വിശ്വാസികൾ സ്വർഗത്തിൽ അല്ലാഹുവിനോടൊപ്പമാണ്. ഗുഹാവാസികൾ ദുനിയാവിലുള്ള ജീവിതവും കിട്ടിയില്ല. പക്ഷെ മനുഷ്യ ഹൃദയങ്ങളിൽ അവര് അല്ലാഹുവോടൊപ്പം ജീവിക്കുന്നു. ഹംസയുടെ അത് നാം പറയാറുണ്ട്. ഹംസക്ക് ഇസ്ലാമിന്റെ അധികാരത്തിൽ നിന്നൊന്നും കിട്ടിയില്ല. വഹദിൽ രണാങ്കണത്തിൽ കഷ്ണങ്ങളായി വീണുപോയ ഹംസയും, അതുപോലെ തന്നെ പല യുദ്ധങ്ങളിൽ ഷഹീദായി പോയ സഹാബാക്കളും, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോ കോടാനുകോടി മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകുകയും ബഹുമാനിച്ചാദരിച്ചു. അവർ മരിച്ചവരെന്ന് പോലും പറയരുത് എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ ഭൗതികമായി മാത്രം കണ്ടാലും നിങ്ങൾക്കൊന്നും കാണില്ല. പക്ഷെ ഒരുപാട് തലമുറകളെ നാം നശിപ്പിച്ചിട്ടുള്ള ഒരു കഥ, ഒരു കഥയല്ല, ഒരുപാട് കഥ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നോക്കി പഠിച്ചാൽ ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സമഅ വഹുവ ഷഹീദ്. മനസ്സാന്നിധ്യത്തോടെ, ഹൃദയമുള്ളവന് ഹൃദയ സാന്നിധ്യത്തോടെ ശ്രദ്ധിച്ചു കേട്ടാൽ അതിൽ ഒരുപാട് ഉത്ബോധനങ്ങളുണ്ട്. ഇന്നലകളിൽ നിങ്ങളുടെ മുന്നിൽ നടന്നുപോയ, നിങ്ങളെക്കാൾ കയ്യൂക്കുണ്ടായിരുന്ന മുൻഗാമികൾ ഇവിടെ നശിച്ച് നാമാവശേഷമായി പോകുന്ന കഥകൾ നാം പറയുമ്പോ അതിൽ ഹൃദയ സാന്നിധ്യമുള്ളവന് ഒരുപാട് കഥകളുണ്ട്. ഇതൊരു തമാശല്ല, ഈ യാഥാർത്ഥ്യമാകാമാണ്. നിങ്ങൾ വിചാരിക്കും മരിച്ചതിന് ശേഷം പിന്നെ ഇതൊക്കെ കാണണം. മരിച്ചതിന് ശേഷം മരിച്ച ആളിനെ ജീവിപ്പിക്കണത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അതൊക്കെ എതിർത്ത ആ ജനതയോടാണ് ഇത് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പ്രപഞ്ചമുണ്ടല്ലോ, 6 ദശകളിലാ സൃഷ്ടിച്ചു, ഒരു ക്ഷീണവും നമ്മളെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് നിന്നെ വരട്ടും, അട്ടിയോടിക്കാൻ ശ്രമിക്കും, മർദ്ദിക്കും. അവര് പറയണത് ക്ഷമിച്ചാൽ പ്രഭാതോദയത്തിന് മുമ്പ്, പ്രദോഷത്തിന് മുമ്പ് നിന്റെ രക്ഷിതാവിന്റെ സ്തുതി കീർത്തനങ്ങൾ നീ പാടിക്കൊണ്ടിരിക്കുക. രാത്രിയിൽ കുറച്ച് സമയം സുജൂദിന് ശേഷവും, സാഷ്ടാംഗത്തിന് ശേഷവും നിന്റെ രക്ഷിതാവിന്റെ അവദാനങ്ങൾ നീ ഉയർത്തി പാടിക്കൊള്ളു പ്രവാചകരെ, സത്യവിശ്വാസികളെ എന്നുള്ള സുബ്ഹാനഹു വ തആല പറയുന്നു. അടുത്തു നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഓർമ്മിക്കാൻ അവരോട് പറയാണ്. ഈ പ്രപഞ്ചം പൊട്ടിപ്പിളരുന്ന ആ യാഥാർത്ഥ്യമുണ്ടല്ലോ, ശബ്ദം, അത് യാഥാർത്ഥ്യമായി തന്നെ അന്നുള്ളവർ കേൾക്കും. അതാ അന്നാണ് പുറപ്പാടിന്റെ ദിവസം. എടോ, ഞാനാണ് ജീവിപ്പിച്ചതും ഞാനാണ് വളർത്തുന്നതും മരിപ്പിക്കുന്നതും എന്നിലേക്കാണ് മടങ്ങുന്നത്. അക്കാര്യങ്ങളെന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും ഇങ്ങനെ ഭൂമി പിളർന്നിങ്ങനെ പറവറാന്ന് പാഞ്ഞു വരുന്ന ഒരു രംഗുണ്ട്. നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു സമ്മേളനമാണത്. അവർ പറയണൊക്കെ നമുക്ക് നല്ലോണം അറിയിട്ടോ. അതുകൊണ്ട് നീ അവരുടെ മേൽ സ്വേച്ഛാധിപത്യമൊന്നും ചെലുത്തണ്ട, നടപ്പുറത്ത് പിടിക്കൊന്നും വേണ്ട, അത് വിട്ടുകൊടുക്കും, അവർക്ക് വിട്ടുകൊടുക്കും. ഇതാണ് നബിയുടെ റൂട്ട്, സത്യവിശ്വാസികളുടെ റൂട്ട്. ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കുക. അതായത് ശരിയായ നിലയിൽ താക്കീത് ഭയപ്പെടുന്ന ആളുകളെ, ആർക്കെങ്കിലും താക്കീത് ഭയപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ, എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഖുർആൻ കൊണ്ട് അവരെ ശരിക്കും താക്കീത് നൽകിക്കൊണ്ടിരിക്കുക, അവർ ജീവിക്കും. അപ്പൊ ഖുർആൻ നമുക്ക് തരുന്ന താക്കീത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനാണ് എന്ന് മനസ്സിലാക്കി അതുമായി ചേർന്ന് പോകുന്ന ഒരു മനസ്സുണ്ടാക്കിയാൽ അതിന് അനുഭൂതി ഉണ്ടാവും, ആസ്വാദനം ഉണ്ടാവും.
എല്ലാ പ്രയാസങ്ങളെയും അതിജയിക്കാനുള്ള പ്രത്യേക ത്രില്ലുണ്ടാവും, തന്നെ ഉണ്ടാവും, ചങ്കൂറ്റുണ്ടാവും. കാരണം നമ്മൾ പോകുന്നത് നേരത്തെ വിവരിക്കപ്പെട്ട ആ മഹോന്നതമായ സ്വർഗത്തിലേക്കാണ് എന്നൊരു അവബോധം അല്ലാഹുവിന്റെ അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോഴാണ് تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون എന്ന സ്റ്റേജ് ഉണ്ടാവുക. ആകാശ ലോകങ്ങളിൽ നിന്ന് മാലാഖമാർ ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തിന് മന്ത്രിക്കും, എഴുതാറുണ്ട്, പേടിക്കണ്ട, അബ്ശിറൂ ബിൽ ജന്നത്തി അല്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചുള്ള. ഓരോ നിമിഷവും സത്യവിശ്വാസിയുടെ ജീവിതം ആ നിലയിലാക്കിയെടുക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ തഖ്വ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. അങ്ങനെ വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبي بكر وعمر وعثمان وعلي وحمزة والعباس والحسن والحسين ومن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, നമ്മുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തമ്പുരാനെ, അതാണ് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, മറ്റുള്ള ആളുകൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തമ്പുരാനെ, അല്ലാഹു ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം നിഷ്ക്രിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അപകടങ്ങളിലും മറ്റുമായി ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ദ്വാരക്കാരൻ വസിയത്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ദ്വാരക്കുന്നു. അവരുടെ എല്ലാ പ്രയാസങ്ങളും മറ്റവർക്ക് സുഖം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തികവും ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം നീ നികത്തി തരണേ തമ്പുരാനെ. സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹൈറും ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് തരണേ തമ്പുരാനെ. എപ്പോഴും മനസ്സ് നീയുമായി ബന്ധിപ്പിച്ച് ജീവിക്കാനും അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ചു വരാനുള്ള തോക്കി നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രവിശാലങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഞങ്ങളെ കടത്തി നിന്റെ ഫിർദൗസിൽ നിഫാഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥായി പ്രാർത്ഥന സ്വീകരിച്ചു തരണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ ഉത്തരം തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آخر دعوانا